ഹായ് ഫ്രണ്ട്, ആചാര്യയുടെ അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് ഷൂജി രഞ്ജിത്ത്. ഈ ക്ലാസ്സിലൂടെ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് വേൾഡിലെയും ഇന്ത്യയിലെയും ടോപ്പ് ആയിട്ടുള്ള മിനറൽ പ്രൊഡ്യൂസേഴ്സ് അഥവാ ധാതു ഉൽപാദകരായിട്ടുള്ള രാജ്യങ്ങളും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും. 2026 ജനുവരി വരെയുള്ള സർവേ പ്രകാരമുള്ള കണക്കുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മത്സര പരീക്ഷയിൽ സ്ഥിരം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അയൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ക്രോമിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റേറ്റുകളും ചോദിക്കും. നമുക്ക് ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചേക്കാം. അത് മാത്രമല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും ടെലഗ്രാം ചാനലിലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാകത്തില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഡയമണ്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ റഷ്യയാണ്. സംസ്ഥാനം മധ്യപ്രദേശ്. ഇങ്ങനെ ഓർത്തോളൂ, ഡയമണ്ട് നെക്ലസ് ഒക്കെ ഉപയോഗിച്ച് മദ്യപാനികൾ കൂടുതലുള്ള പ്രദേശത്ത്, അതും റഷ് ആയിട്ടുള്ള പ്രദേശത്ത് പോയി നിൽക്കരുത്. ഉറപ്പായിട്ടും മാല പൊട്ടിക്കും. ഡയമണ്ടിന്റെ മാലയാണ് എന്നുണ്ടെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്യാം. ഡയമണ്ട് നെക്ലസ് ഇട്ട് മദ്യപാനികൾ അധികമുള്ള പ്രദേശത്ത് പോരുത് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കണക്ട് ചെയ്യാമല്ലോ. മദ്യപാനികൾ അധികമുള്ള പ്രദേശം എപ്പോഴും റഷ് ആയിരിക്കും. ആൾക്കാർ കൂടുന്നിടമല്ലേ റഷ് എന്ന് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ റഷ്യ. ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ കോപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രി ചിലിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്. ഇങ്ങനെ ഓർത്തോളൂ. കോപ്പർ എന്നാൽ കപ്പ് എന്ന് ഓർത്തോളൂ. കോപ്പർ കപ്പ് അല്ലെങ്കിൽ കോപ്പ എന്ന് ഓർത്തോളൂ. കോപ്പയിലല്ലേ നമ്മൾ മദ്യം ഒഴിക്കുന്നത്. മദ്യപാനികൾ മദ്യം ഒഴിക്കുന്നത് കോപ്പറിലാണ്. കോപ്പർ എന്നാൽ ഏറ്റവും കൂടുതൽ മദ്യം എന്ന് വെച്ച് കണക്ട് ചെയ്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് മധ്യപ്രദേശ് ആണ്. എങ്കിൽ ആ മദ്യം കപ്പിലൊഴിച്ച് അടിക്കാനായിട്ട് ടച്ചിങ്സ് വേണം. ആ ടച്ചപ്പ് ആണ് ചില്ലി എന്നോർത്തോളൂ. ചില്ലി അഥവാ മുളവാണ് ടച്ചിങ്സ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലിയാണ്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അയണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. സ്റ്റേറ്റ് ഒഡീസ. ബോക്സൈറ്റും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയയാണ്. സ്റ്റേറ്റ് ചോദിച്ചാൽ ഒഡീസ. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയൻ ടീമാണ്. അവരെ ഒരു കാലത്ത് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് അയൺ പോലെ, ഉരുക്ക് പോലുള്ള പ്ലേയേഴ്സ് ഉള്ള ടീമായിരുന്നു. ഞാൻ അത് വെച്ചാണ് ഓർത്തിട്ടുള്ളത്. അപ്പോ അയൺ പോലുള്ള പ്ലേയേഴ്സ് ഉള്ളത് ഓസ്ട്രേലിയൻ ടീമിലാണ്. അവരോടൊന്നും പോയി ബോക്സിങ്ങിന് നിൽക്കരുത്. കാരണം ഇരുമ്പിന്റെ മുഷ്ടിയാണ്. അവര് ബോക്സിങ്ങിന് വന്നാൽ ഓടിക്കോളണം. അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അയണും ബോക്സൈറ്റും ഉള്ളത് രാജ്യമാണെങ്കിൽ രണ്ടും ഓസ്ട്രേലിയ തന്നെയാണ്. സംസ്ഥാനമാണെന്നുണ്ടെങ്കിലോ ഇന്ത്യയിലെ ഒഡീസ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യാം. അയൺ മുഷ്ടിയുള്ള പ്ലേയേഴ്സ് ആണ് ഓസ്ട്രേലിയക്ക്. അവര് ബോക്സിങ്ങിന് വന്നാൽ ഓടിക്കോളൂ. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. സിൽവർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മെക്സിക്കോയാണ്. സ്റ്റേറ്റ് രാജസ്ഥാനാണ്. ഇവിടെ ഒരു രാജാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് ഓർത്തോളൂ. രാജാവ് ഏറ്റവും മാക്സിമം യൂസ് ചെയ്യുന്നത് സിൽവർ ആണ്. സിൽവറിന്റെ പാത്രം, സിൽവറിന്റെ കപ്പ്. ഓക്കെ, രാജാവ് സ്വർണ്ണം ഒന്നും ഉപയോഗിക്കില്ല. ഇത്തി ഡൗൺ ടു എർത്താണ്. സിൽവർ ആണ് ഉപയോഗിക്കുന്നത്. നല്ല രാജാവ് അല്ലേ? അപ്പൊ സിൽവർ മാക്സിമം എന്നാൽ മെക്സിക്കോ, രാജാവ് എന്നാൽ രാജസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ സിൽവർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം മെക്സിക്കോയും സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളത് രാജസ്ഥാൻ. ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. രാജാവ് മാക്സിമം സിൽവർ ആണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ രാജാവ് ഉപയോഗിക്കുന്ന വണ്ടി ഏത് എന്ന് ചോദിച്ചാൽ മെയ്ഡ് ഇൻ ചൈനയുടെ ജിപ്സിയാണ്. പണ്ടൊക്കെ രഥമായിരുന്നു. ഇപ്പൊ കാലം മാറി. അതും മെയ്ഡ് ഇൻ ചൈനയുടെ ജിപ്സിയാണ്. ചൈനീസ് സാധനമൊക്കെ ഇത്തി വില കുറവല്ലേ? രാജാവ് പിന്നെയും ഡൗൺ ടു എർത്ത് ആണെന്ന് തെളിയിച്ചു. രാജാവ് എന്നാൽ രാജസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ ജിപ്സം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ചൈനയാണ്. അതാണ് ജിപ്സം എന്നാൽ ജിപ്സി എന്നോർത്തോളൂ. മെയ്ഡ് ഇൻ ചൈന. ആരുടെ? രാജാവിന്റെ. എങ്കിൽ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് USA. സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാജസ്ഥാനാണ്. ആ ജിപ്സിയിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിൽ അഥവാ യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ USA-യുടേതാണെന്ന് ഓർത്തോളൂ. ക്രൂഡ് ഓയിൽ എന്നാൽ പെട്രോളിയം ആണ്. ജിപ്സിയിൽ പെട്രോളിയം ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് എന്നാൽ USA,
ആരുടെ ജിപ്സി? രാജാവിന്റെ ജിപ്സി കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ ആ ജിപ്സി സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതില് നാച്ചുറൽ ഗ്യാസും ഉപയോഗിക്കും, യൂസ് ചെയ്യും എന്നോർത്തോളൂ. യെസ്, നാച്ചുറൽ ഗ്യാസും USA തന്നെയാണ്. എങ്കിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അസം എന്നും ഓർത്തോളൂ. നാച്ചുറൽ ഗ്യാസ് അവസാനത്തെ 2 ലെറ്റർ ഏതൊക്കെയാ? എയും എസും. എയിലും എസിലും തുടങ്ങുന്ന സ്റ്റേറ്റ് ഏതാ? അസം. ഓക്കെ, നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം USA ആണ്. എങ്കിൽ ഇന്ത്യയിൽ നിന്നാണെങ്കിലോ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ രാജാവാണ്. യെസ്, രാജസ്ഥാൻ. നാച്ചുറൽ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരൻ എന്നും ഓർത്തോളൂ. നാച്ചുറൽ ഗ്യാസിന്റെ അവസാനത്തെ 2 ലെറ്റർ AS എന്നാൽ അസം എന്ന് ഓർത്തോളൂ. അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പേരാണ് സാം. അങ്ങനെ കണക്ട് ചെയ്യാം, അസം. ഓക്കെ അല്ലേ? എങ്കിൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ്. മാംഗനീസ് എന്നാൽ മങ്കി എന്ന് ഓർത്തോളൂ. ഒരു മങ്കി സൗത്ത് സൈഡ് വന്ന് മദ്യപിക്കുന്നു. ഇതാണ് ആ മങ്കി. സൗത്ത് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗത്ത് എന്ന് പറയും, താഴെ. മുകളിൽ എന്നാൽ നോർത്ത് എന്നല്ലേ. അപ്പോ മങ്കി താഴെ സൗത്തിൽ ഇറങ്ങി വന്ന് മദ്യപിക്കുന്നു. യെസ്, കണക്ട് ചെയ്യാം. സൗത്ത് എന്നാൽ സൗത്ത് ആഫ്രിക്ക, മദ്യപിക്കുന്നു എന്നാൽ മധ്യപ്രദേശ് ആണ്. എങ്കിൽ ക്രോമൈറ്റ്, ഒരു ക്രോമിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ഓർത്തോളൂ. ക്രോം ആരുടെ ക്രോം എന്നാൽ രാജാവിന്റെ ക്രോമാണ്. സാധാരണ രാജാക്കന്മാരൊക്കെ പ്രാവിനെയായിരിക്കും ദൂത് അയക്കുന്നത് പണ്ടത്തെ കാലത്ത് ലെറ്റർ. ഈ രാജാവ് പിന്നെ ഡൗൺ ടു എർത്ത് ആണ്. ഈ രാജാവ് ദൂതിന് വിടുന്നത് ക്രോയാണ്. ക്രോ എന്നാൽ കാക്ക. കാക്ക സൗത്ത് സൈഡിൽ വന്നായിരിക്കും ദൂത് പറയുന്നത് അല്ലേ. താഴെ വന്നായിരിക്കും ദൂത് പറയുന്നത്. പറക്കുന്നത് നോർത്തില്, ദൂത് പറയാൻ താഴെ വരും. അങ്ങനെ കണക്ട് ചെയ്യാം. ക്രോയും മങ്കിയും സൗത്ത് സൈഡിലാണ് വരുന്നത്. മങ്കി സൗത്ത് വരുന്നത് മദ്യപിക്കാൻ. യെസ്, മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്ക, മധ്യപ്രദേശ്. ഓക്കെ അല്ലേ? എങ്കിൽ ക്രോ സൗത്ത് സൈഡിൽ വരുന്നത് രാജാവിന് ദൂത് പോകാൻ. യെസ്, ക്രോമൈറ്റ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് സൗത്ത് ആഫ്രിക്ക, രാജാവിന് ദൂത് പോകാൻ. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് രാജസ്ഥാൻ. അങ്ങനെയെങ്കിൽ പ്ലേറ്റിനം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി ഏത് എന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയും, ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീസയുമാണ്. അത് വെച്ച് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ കണക്ട് ചെയ്യാം. ഈ മങ്കിയും ക്രോയും ഒക്കെ സൗത്ത് സൈഡിൽ താഴെ വരുമ്പോഴത്തേക്കും പ്ലേറ്റിൽ ഫുഡ് ഉള്ള കണ്ടു കഴിഞ്ഞാൽ അവര് വന്ന് അത് എടുക്കുമല്ലേ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അതിനെ ഓടിച്ചു വിടും. അങ്ങനെ ഓർത്തോളൂ. അപ്പൊ പ്ലേറ്റ് എന്നാൽ പ്ലേറ്റിലെ ഫുഡ് എന്ന് ഓർത്തോളൂ. സൗത്ത് സൈഡിൽ വയ്ക്കുന്നവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കാൻ വരും, ഓടിച്ചു വിടും. അങ്ങനെ കണക്ട് ചെയ്യാം. പ്ലേറ്റിനം സൗത്തിലാണ് വെച്ചിരിക്കുന്നത്, സൗത്ത് ആഫ്രിക്ക. ഓടിക്കും എന്നാൽ ഒഡീഷ. പ്ലേറ്റിനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഒഡീസയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. അങ്ങനെയാണെങ്കിൽ യുറേനിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് കസാക്കിസ്ഥാൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. യുറേനിയം, യൂറിൻ എന്ന് ഓർത്തോളൂ. കോഡിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അർജന്റ് ആയിട്ട് പുറത്തൊക്കെ വെച്ചിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാശ് കൊടുത്ത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തേക്ക് പോകുമല്ലേ. കാശ് കൊടുത്ത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനം. യെസ്, കസാക്കിസ്ഥാൻ. അതാണ് കോഡ്. യുറേനിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി കസാക്കിസ്ഥാൻ. കാശ് കൊടുത്ത് അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്ത് പോകും. ആ സ്ഥാനം എവിടെയായിരിക്കും? അന്തറിൽ ഉള്ള പ്രദേശമായിരിക്കും. അന്തർഭാഗത്തുള്ള പ്രദേശമായിരിക്കും അല്ലേ. യെസ്, ആന്ധ്രാപ്രദേശ്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. യുറേനിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. അപ്പൊ യൂറിൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്തുള്ള സ്ഥാനത്തേക്ക് പോകും കസാക്കിസ്ഥാൻ. അത് അന്തറിലുള്ള പ്രദേശമായിരിക്കും ആന്ധ്രാപ്രദേശ്. ബാത്റൂം എന്ന് ഓർത്താൽ മതി. ഓക്കെ, എങ്കിൽ കൊബാൾട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് കോങ്കോയാണ്. സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒഡീഷയാണ്. കൊബാൾട്ട് എന്നാൽ ബോൾട്ട് എന്ന് ഓർത്തോളൂ. ഉസൈൻ ബോൾട്ട് എന്ന് ഓർത്തോളൂ. പുള്ളി ഓട്ടക്കാരനാണല്ലേ. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടക്കാരനായിരുന്നു. അപ്പോ കൊബാൾട്ട്, ഉസൈൻ ബോൾട്ട് എന്ന് കണക്ട് ചെയ്യാം. ഓട്ടം എന്നാൽ ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഒഡീഷയാണ് കൊബാൾട്ട്. അങ്ങനെയെങ്കിൽ ഉസൈൻ ബോൾട്ട് പണ്ടൊക്കെ മത്സരത്തിൽ ഒളിമ്പിക്സിലൊക്കെ ഓടുന്ന സമയത്ത് ഉസൈൻ ബോൾട്ടിന്റെ ആരാധകർ അദ്ദേഹം ഓടുമ്പോഴത്തേക്കും ഗോ 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 എന്നാണ് പറയുന്നത്. മുന്നേറൂ ഗോ ഗോ. അത് വെച്ച് കണക്ട് ചെയ്യാം. കൊബാൾട്ട് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഗോ എന്നാൽ കോങ്കോയാണ്. അല്ലെന്നുണ്ടെങ്കിൽ കോബാൾട്ട് എന്നാണ്. അല്ല, കോ വെച്ച് കോങ്കോ എന്ന് ഓർത്തോളൂ. എങ്കിൽ ലൈം സ്റ്റോൺ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ ആണ്. അതും ഇങ്ങനെ കണക്ട് ചെയ്യാം. രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലൈം ജ്യൂസ് ആണ്. പിന്നെയും രാജാവ് ഡൗൺ ടു എർത്ത് ആണെന്ന് തെളിയിച്ചു. എത്രയോ ടോപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, അതൊന്നുമല്ല. പാവം ലൈമാണ് ഇഷ്ടം. ലെമൺ ജ്യൂസ് എന്നോർത്തോളൂ. അപ്പൊ രാജാവിന് ഇഷ്ടം ലൈമാണ്. ലൈം എന്നാൽ ലൈം സ്റ്റോൺ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻ. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ
ആ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ ചെറുതാണല്ലേ, ചിന്നതാണ് ലൈം, അല്ലെങ്കിൽ ലൈം സ്റ്റോൺ ചിന്നതാണ് എന്ന് ഓർത്തോളൂ. ചിന്നത് എന്നാൽ തമിഴിൽ ചെറുത് എന്നാണ്, ചിന്നത് അത് വെച്ച് കണക്ട് ചെയ്യാം. ചിന്നത് എന്നാൽ ചൈന, ലൈം സ്റ്റോൺ ചിന്നതാണ്, രാജാവിന് ലൈം ജ്യൂസ് ആണ് ഇഷ്ടം. അങ്ങനെ ഓർക്കൂ. ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ചൈനയാണ്. ഇന്ത്യയിലെ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ. കണക്ട് ചെയ്യാലോ? എങ്കിൽ അടുത്തതിലേക്ക് പോവാം. എങ്കിൽ ഇനി നോക്കാനുള്ളത് ഗോൾഡ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏത് എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയിലാണെങ്കിൽ കർണാടക. ടിന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏത് എന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഇന്ത്യയിൽ ഛത്തീസ്ഗഡ്. ലെഡും ചൈനയാണ്. ഇന്ത്യയിലാണെങ്കിൽ രാജസ്ഥാൻ. നിങ്ങൾ കോഡിനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ചൈനയിൽ പോകുന്ന ടൂറിസ്റ്റിനെയൊക്കെ അവര് വരവേൽക്കുന്നത്, വെൽക്കം ചെയ്യുന്നത് ഗോൾഡിന്റെ കുഞ്ഞൊരു ടിന്ന് കൊടുക്കും. സർ വെൽക്കം, ഗോൾഡിന്റെ ടിന്ന്. അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതില് ചിന്ന ലെഡ് ഉണ്ടാകും. ചിന്ന ലെഡ്, ടൂറിസ്റ്റ് അല്ലേ ലെഡ് കഴിക്കാനായിട്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. യെസ്, ഗോൾഡിന്റെ ടിന്നിൽ ലെഡ് കൊടുത്താണ് ചൈനക്കാർ വരവേൽക്കുന്നത്. അത് ചിന്ന ലെഡ് ആണ്. അപ്പോ ഗോൾഡ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി ചൈനയാണ്. ചൈനക്കാര് ഗോൾഡിന്റെ ടിന്നിൽ എന്നാണ് പറഞ്ഞത്. ടിൻ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി ചൈനയാണ്. ആ ഗോൾഡിന്റെ ടിന്നിനുള്ളിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ലെഡ് ആണ്. ലെഡ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി ചൈനയാണ്. എങ്കിൽ ഇനി ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റ് കർണാടകയാണ്. KGF സിനിമ കണ്ടിട്ടില്ലേ? കോളാർ ഗോൾഡ് ഫീൽഡ് അല്ലേ? ആ ഖനിയിൽ വെച്ചാണ് ആ സിനിമ പുരോഗമിക്കുന്നത്. അത് കർണാടകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഗോൾഡ് കാർന്നെടുക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് കർണാടകയാണ്. ആ സിനിമ വെച്ച് ഓർത്തോളൂ. എങ്കിൽ ടിന്ന് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ്. ഹിന്ദിയിലെ ഛത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 എന്നാണ്. ഛത്തീസ് എന്നാൽ 36 എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഛത്തീസ് 36. ടിന്നിന്റെ വില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 36 രൂപ. ഛത്തീസ് റുപ്പീസ് അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ ടിന്ന് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. എങ്കിൽ ലെഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ രാജസ്ഥാനാണ്. രാജാവിന്റെ കൊട്ടാരത്തില് അദ്ദേഹം അലങ്കരിക്കുന്ന കോട്ടിൽ എപ്പോഴും വന്നിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ലെഡ്, സ്വീറ്റ് ലെഡൊക്കെ വെച്ചേക്കുമല്ലേ? പഴയ സിനിമകളിലൊക്കെ രാജാവിന്റെ ഇത് കണ്ടിട്ടില്ലേ? ലെഡാണ് അദ്ദേഹം കൂടുതൽ വെച്ചിരിക്കുന്നതെന്ന് ഓർത്തോളൂ. യെസ്, രാജാവിന് ഇഷ്ടം ലെഡാണ്. രാജാവിന് ഇഷ്ടം ലെമൺ ജ്യൂസ് ആണ്. രാജാവിന് ഇഷ്ടം ജിപ്സിയാണ്. നമ്മൾ കണക്ട് ചെയ്തേക്ക് ഓർത്ത് അങ്ങനെ വെച്ചോളൂ. അപ്പൊ ലെഡും രാജാവിന് ഇഷ്ടമാണ്. അപ്പൊ ലോകത്ത് ഇതൊക്കെ ഉത്പാദിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ പോകുമ്പോഴത്തേക്കും ടൂറിസ്റ്റുകൾക്ക് ഗോൾഡിന്റെ ടിന്നില് ലെഡ് കൊടുക്കും. അങ്ങനെ ഓർത്തോളൂ. ഗോൾഡ് ടിന്ന് ലെഡ് കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഗോൾഡ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണെങ്കിൽ KGF കർണാടക. ടിന്ന് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ റുപ്പീസ് ആണ് ടിന്ന്. യെസ്, ഛത്തീസ്ഗഡ്. ലെഡ് ആണ് എന്നുണ്ടെങ്കിലോ ലെഡ് രാജാവിനാണ് ഇഷ്ടം, രാജസ്ഥാൻ. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മൈക്ക ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ്. ഇപ്പോഴുള്ള മൈക്കൊക്കെ വളരെ ചിന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് കണ്ടോ? ഇത് വളരെ ചിന്നതാണ്. പണ്ടത്തെ പോലെ വലുതല്ല. ഇപ്പോഴും ചിന്ന മൈക്കാണ്. ചിന്ന മൈക്ക് അങ്ങനെ ഓർത്തോളൂ. യെസ്, ചൈനീസ് മൈക്ക് എന്നോർത്തോളൂ. മൈക്ക് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നത് എന്തിനാണ്? വളരെ അന്തരത്തിലുള്ള പ്രദേശത്തിലിരിക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്യാനായിരിക്കും. നിങ്ങൾ ഞാനും തമ്മിൽ വളരെ അന്തരമുണ്ടല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, അടുത്തേക്കുന്ന ആൾക്കാരെ കണക്ട് ചെയ്യാൻ വേണ്ടി മൈക്ക് വേണ്ട, നമ്മൾ സംസാരിച്ചാൽ മതി. വളരെ അന്തരത്തിലുള്ള പ്രദേശത്തിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ മൈക്ക് വേണം. യെസ്, മൈക്ക അന്തരത്തിലുള്ള പ്രദേശം എന്നാൽ ആന്ധ്രാപ്രദേശ്. മൈക്ക ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ ടങ്സ്റ്റൺ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ടങ്സ്റ്റൺ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ടങ്സ്റ്റൺ എന്നാൽ ഇലക്ട്രിക് ബൾബുകളുടെ ഫിലമെന്റ് ടങ്സ്റ്റൺ കൊണ്ടാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബൾബുകളിൽ വളരെ നേർത്ത ഒരു കമ്പിയാണ് ടങ്സ്റ്റൺ. അധികമായിട്ടുള്ള കറണ്ട് അതിൽ പാസ്സായി കഴിഞ്ഞാൽ ടങ്സ്റ്റൺ പൊട്ടിപ്പോകും അല്ലേ? അപ്പോ ഇങ്ങനെ ഓർത്താൽ മതി. ഇലക്ട്രിക് ബൾബില് വളരെ ചിന്നതായിട്ട് കാണുന്ന കമ്പിയാണ് ടങ്സ്റ്റൺ. അപ്പൊ ടങ്സ്റ്റണും ചിന്നതാണ് എന്ന് ഓർത്തോളൂ. ടങ്സ്റ്റൺ ചിന്നത് എന്നാൽ ചൈന. ഓക്കെ, ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത് എന്താണ്? വളരെ അന്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നല്ല വെട്ടം വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അന്തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങൾ, വീടിന്റെ ഉള്ളിലൊക്കെ വെട്ടം വരാൻ വേണ്ടിയിട്ടാണ് ഈ ടങ്സ്റ്റൺ ഇലക്ട്രിക് ബൾബിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാം. അന്തരത്തിലുള്ള പ്രദേശം എന്നാൽ ആന്ധ്രാപ്രദേശ്. അപ്പൊ നമ്മൾ മൈക്കും ടങ്സ്റ്റണും യൂസ് ചെയ്തത് ഇതേ സെയിം മെത്തേഡിലാണ്. മൈക്കും അന്തരത്തിലുള്ള പ്രദേശത്തുള്ള ആൾക്കാരെ വാവഴി കണക്ട് ചെയ്യാനാണ്.
എന്നാൽ ടങ്സ്റ്റൺ കണ്ണിലൂടെ കാഴ്ചയിലൂടെ കണക്ട് ചെയ്യാൻ അന്തരിലുള്ള പ്രദേശത്തുള്ളവരെ അങ്ങനെ കണക്ട് ചെയ്യാം. രണ്ടും ചൈനയാണ്. എങ്കിൽ കോള് ചൈന, ഒഡീഷ. ചൈനക്കാര് ഗോൾ അടിക്കുമ്പോൾ ഓടും. ഗോൾ അടിച്ചിട്ട് ഓടും അല്ലേ സെലിബ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ ഓർത്തോളൂ. ചൈനക്കാര് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഓടും സെലിബ്രേറ്റ് ചെയ്യാൻ എന്ന് ഓർത്തോളൂ. ഗോൾ എന്നാൽ കോളാണ്. ചൈന, ഒഡീഷ എന്നും ഓർത്തോളൂ. എങ്കിൽ തോറിയം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ തോറിയം ഉത്പാദിപ്പിക്കുന്നത്. അതിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണ്. കേരളത്തിലെ കടൽത്തീരങ്ങളൊക്കെ നമ്മൾ തുറ എന്നാണല്ലേ പറയുന്നത്. തീരപ്രദേശം, തുറമുഖങ്ങൾ അല്ലേ. തുറ എന്നാൽ തോറിയം എന്ന് ഓർത്തോളൂ. അതെവിടെയാണ് പറയുന്നത്? നമ്മുടെ മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ് പറയുന്നത്. കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പൊ തോറിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ, സ്റ്റേറ്റ് കേരള. എങ്കിൽ നിക്കൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഇന്തോനേഷ്യയാണ്. ഇന്ത്യയിലെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഒഡീസയാണ്. നിക്കറും ഇട്ടോണ്ട് ഇന്ത്യയിൽ നിന്നും ഏഷ്യ സഞ്ചരിക്കാൻ ഓടിപ്പോയി എന്ന് ഓർത്തോളൂ. നിക്കർ വിട്ടിട്ടല്ലേ പോകുന്നു ഓടുന്നത്. അത് ഒരു സഞ്ചാരിയാണ്. ഇന്ത്യയിൽ നിന്നും ഏഷ്യയിലെ എല്ലാ ഭാഗവും സഞ്ചരിക്കാൻ. അതാണ് ഇന്തോനേഷ്യ. നിക്കൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്തോനേഷ്യ. ഇതാണ് കോഡ്. ഓടിപ്പോയി എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ഡോളോമൈറ്റ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെ എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഇന്ത്യക്കാരില് ഭൂരിഭാഗം ആൾക്കാരും എന്ത് അസുഖം വന്നിരുന്നാലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആദ്യം ചോദിക്കുന്നത് ചേട്ടാ ഡോള ഉണ്ടോ അല്ലെങ്കിൽ പാരസെറ്റമോൾ ഉണ്ടോ എന്നാണ് എല്ലാത്തിനും. അപ്പോ അത് വെച്ച് കണക്ട് ചെയ്യാം. ഡോളോമൈറ്റ് എന്നാൽ ഡോളോ ഗുളിക എന്ന് ഓർത്തോളൂ. കോഡിനായിട്ട് ആണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നു എന്നല്ലേ. ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്ത് അസുഖം വന്നിരുന്നാലും ചാകുമോ എന്നുള്ള പേടി കൊണ്ടാണ് എന്നോർത്തോളൂ. ചാകുമോ എന്നാൽ ഛത്തീസ്ഗഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഒക്കെ അല്ലേ. എങ്കിൽ ആസ്പെറ്റോസ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം റഷ്യയാണ്. സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ രാജസ്ഥാൻ. ആസ്പെറ്റോസ് എന്നാൽ ആസ്പെറ്റോസ് ഷീറ്റ് എന്നോർത്തോളൂ. പണ്ട് കാലത്ത് വീടൊക്കെ വന്നിട്ട് ഒന്നിൽ ഓല അല്ലെങ്കിൽ ഓട് അല്ലെങ്കിൽ ആസ്പെറ്റോസിന്റെ ഷീറ്റിലൊക്കെ ആയിരിക്കും അല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ ആസ്പെറ്റോസ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം റഷ്യയും സ്റ്റേറ്റ് രാജസ്ഥാനും എന്നാണ് പറയുന്നത്. ഇതും രാജാവിനെ വെച്ച് കണക്ട് ചെയ്യാം. രാജാവിനോട് പരാതി പറയാൻ ധാരാളം ആൾക്കാരുടെ കൂട്ടം ഉണ്ടാവും. ഭയങ്കര റഷ് ആയിരിക്കും അപ്പോ. ഓക്കെ, അപ്പോ രാജാവ് ഡൗൺ ടു എർത്ത് ആണ്. അപ്പൊ ആൾക്കാര് റഷ് ആയി നിൽക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാതിരിക്കാൻ അവർക്ക് ആസ്പെറ്റോസിന്റെ ഷീറ്റ് കെട്ടിക്കൊടുത്തു എന്ന് ഓർത്തോളൂ. യെസ്, ആസ്പെറ്റോസ് റഷ്. ജനങ്ങൾ കൂടുതൽ വരുമ്പോൾ റഷ് എന്നാണ് പറഞ്ഞത്. റഷ്യയാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം. ആരാണ് അവർക്ക് ഷീറ്റ് ഇട്ട് കൊടുത്തത്? രാജാവാണ്, രാജസ്ഥാൻ. ഓക്കെ അല്ലേ. എങ്കിൽ ക്യാനൈറ്റ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ എവിടെയാണ് ഉത്പാദിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജാർഖണ്ഡ് ആണ്. ഇങ്ങനെ ഓർത്തോളൂ. യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നാൽ USA ആണ്. USA നൈറ്റ് കൾച്ചർ കണ്ടു. നൈറ്റ് കൾച്ചർ അതാണ് USA നൈറ്റ് എന്നാൽ ക്യാനൈറ്റ്. കൾച്ചർ കണ്ടു എന്നാൽ അതിലെ ചർ കണ്ട് അത് മാത്രം എടുത്താൽ മതി. കൾച്ചർ കാണുമ്പോൾ എല്ലാരും പറയും ക്യാ നൈറ്റ് AR, ഹിന്ദിക്കാരൊക്കെ പറയും. കാരണം US അത്രയും വലിയ രാജ്യമാണല്ലേ. അവിടെയുള്ള നൈറ്റ് കൾച്ചർ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ അടുത്ത് നോക്കാനുള്ളതാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുർക്കിയാണ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു ബ്രദർഹുഡ് സ്റ്റേറ്റ് ആണല്ലേ തമിഴ്നാട്. പക്ഷെ നമ്മൾ ജോഗ്രഫിക്കലി അവിടെ ഒരു ചെറിയൊരു ഫൈറ്റ് നിലനിർത്തുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ നാടുമായിട്ട് ജോഗ്രഫിക്കലി ഫൈറ്റ് നിലനിൽക്കുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. മുല്ലപ്പെരിയാർ വിഷയമൊക്കെ വെച്ചിട്ട് കോർഡിനേറ്റ് എങ്ങനെ കണക്ട് ചെയ്തോളൂ. ജോഗ്രഫിക്കലി ഫൈറ്റ് എന്നാൽ ഗ്രാഫൈറ്റ്. അത് അടുത്തുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടാണ്. തമിഴ്നാടുമായിട്ട് അതിന് തർക്കം എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ. തർക്കം. യെസ്, അത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി ഏത് വെച്ച് കഴിഞ്ഞാൽ തുർക്കി. കോർഡിനേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഗ്രാഫൈറ്റ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കൺട്രി തുർക്കിയാണ്. സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്. ഗ്രാഫൈറ്റ് എന്നാൽ ജോഗ്രഫിക്കൽ ഫൈറ്റ് എന്നോർത്തോളൂ. അടുത്തുള്ള സ്റ്റേറ്റ് അത് വെച്ച് കണക്ട് ചെയ്യാം. തമിഴ്നാട്. അത് തർക്കം എന്നാണ് പറയുന്നത് തുർക്കി. അങ്ങനെയെങ്കിൽ കാഡ്മിയം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. ചൈനയിൽ പോവാണെന്നുണ്ടെങ്കിൽ ചാടിക്കിടക്കണം അല്ലേ. വൻമതിലൊക്കെ ഉള്ളതാണ് ചൈന. അപ്പൊ വൻമതിൽ ചാടിക്കിടന്നാലേ ചൈനയുടെ അന്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റൂ എന്നോർത്തോളൂ പണ്ടത്തെ കാലത്തൊക്കെ. ഓക്കെ, അപ്പൊ ചാടുക എന്നാൽ കാഡ്മിയം. അതാണ് ചാടിക്കിടക്കുക. കാഡ്മിയം എവിടെ? ചൈനയാണ്. വൻമതിലുള്ളതുകൊണ്ടാണ് ചാടിക്കിടക്കേണ്ടി വരുന്നത്. എങ്ങോട്ടാണ് പോകാൻ? ചൈനയുടെ അന്തരത്തിലുള്ള പ്രദേശ്. യെസ്, ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ കാഡ്മിയം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നത്. ലോകത്താണെങ്കിൽ ചൈനയാണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ലിത്തിയം ഏറ്റവും കൂടുതൽ
നിർമ്മിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ജമ്മു കാശ്മീർ. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ലിത്തിയം എന്നാൽ തീ എന്ന് ഓർത്തോളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുതീ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. അവിടെ തീ ഉണ്ടാകുമ്പോൾ അവര് പൈപ്പിലെ ജലം ഹോസിൽ ഉപയോഗിച്ചാണ് അണയ്ക്കുന്നത്. ആ ഹോസ് എന്നാൽ ഈ ഓസ് എന്ന് ഓർത്തോളൂ, ഓസ്ട്രേലിയ. ഓക്കെ, അപ്പൊ ലിത്തിയം തീ അണയ്ക്കാനായിട്ട് ഓസ്ട്രേലിയ ഹോഴ്സ് ഉപയോഗിക്കുന്നതാണ് ഓസ്ട്രേലിയ. ലോകത്ത് ഏറ്റവും കൂടുതൽ കാട്ടുതീ ഉണ്ടാകുന്നത് അവിടെയാണ്. അത് വെച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാട്ടുതീ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജലം ഉപയോഗിച്ചായിരിക്കും അണയ്ക്കുന്നത്. യെസ്, ജലം എന്നാൽ ജലം നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീർ. അപ്പോ ലിത്തിയം എന്നാൽ തീയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീ ഉണ്ടാകുന്നത് ഓസ്ട്രേലിയയാണ്. കാട്ടുതീ. ഇന്ത്യയിൽ അങ്ങനെ ഒരു തീ വരികയാണെന്നുണ്ടെങ്കിൽ ജലം നദിയിലെ ജലം എടുക്കും. അതാണ് ജലം നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ. ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, അത് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഥിയത്തിന്റെ സാന്നിധ്യം ഈ ഇടയ്ക്ക് ജമ്മു കാശ്മീരിൽ കണ്ടെത്തിയത് വളരെ ന്യൂസ് ആയിരുന്നു. പ്രധാനമന്ത്രിക്ക് അതിനെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് കണക്ട് ചെയ്തോളൂ. മത്സര പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ചോദിക്കും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മിനറൽസ്, പിന്നെ ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഒക്കെ ഏതൊക്കെ കൺട്രിയിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ അധികമായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോ ഇതിൽ നിന്നുള്ള മാർക്ക് മിസ്സാകാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കൂ. ഞാൻ ഉറപ്പ് നൽകുന്നു, മാർക്ക് മിസ്സാകത്തില്ല. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ്ണു രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.